students, welcome back to Bosco Campus Vision. In the previous session, we discussed about mixed economy. So with this session, we are moving on to the next type of economic system, that is communism. So in this session, we will look into the main concept and features of communism and the major differences between planned economy and market economy. So communism is also known as command economy. Communism is an economic ideology that advocates for a classless society in which all property and wealth is communally owned instead of by individuals. It is an economic and social system in which all property and resources are collectively owned by a classless society and not by individual citizens. സോ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ അതൊരു എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റമാണ്. സോ ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ എല്ലാ പ്രോപ്പർട്ടീസും റിസോഴ്സസും ഓൺ ചെയ്യുന്നത് കമ്മ്യൂണലിയാണ്. അതായത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ അണ്ടറിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും റിസോഴ്സസും എല്ലാം കളക്റ്റീവ്ലി ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് ഓൺ ചെയ്യുന്നത്, ആൻഡ് നോട്ട് ബൈ ഇൻഡിവിജ്വൽ സിറ്റിസൻസ്. ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓണർഷിപ്പ് അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ബേസ്ഡ് ഓണർഷിപ്പ് ഇവിടെ വരുന്നില്ല. ഇവിടുത്തെ ഓണർഷിപ്പ് എല്ലാം ക്ലാസ്ലെസ് സൊസൈറ്റി ബേസ്ഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. So the major objective of communism is to build a society in which there is no distinction and where all members are treated equally without any discrimination. സോ കമ്മ്യൂണിസം എന്നുള്ളൊരു ഐഡിയോളജി അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നുള്ളൊരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വേർതിരിവുകളില്ലാത്ത ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുക എന്നതാണ്. വേർവ്യത്യാസങ്ങൾ ഒന്നും തന്നെ കാണിക്കാതെ എല്ലാ മെമ്പേഴ്സിനെയും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുക, അതാണ് കമ്മ്യൂണിസം എന്ന ഐഡിയോളജി പറയുന്നത്. സോ കമ്മ്യൂണിസം ഈസ് ആൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച് ഓൾ പ്രോപ്പർട്ടി ആൻഡ് റിസോഴ്സസ് ആർ കളക്റ്റീവ്ലി ഓൺഡ് ബൈ എ ക്ലാസ്ലെസ് സൊസൈറ്റി ആൻഡ് നോട്ട് ബൈ ഇൻഡിവിജ്വൽ സിറ്റിസൻസ്. സോ ഒരു എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും അവൈലബിൾ റിസോഴ്സസും കളക്റ്റീവ്ലി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഓൺ ചെയ്ത് ഒരു ഡിസ്ക്രിമിനേഷനും ഡിസ്റ്റിങ്ഷനും ഇല്ലാതെ ഒരു സൊസൈറ്റി റൺ ചെയ്യുക, എല്ലാ മെമ്പേഴ്സിനെയും ഈക്വലി ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റി റൺ ചെയ്യുക എന്നതാണ് കമ്മ്യൂണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ബേസിക് മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിസം ഓർ കമാൻഡ് എക്കണോമി. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കമാൻഡ് ഇക്കോണമി. First one is abolition of private property. The first feature of the communist economic system is the abolition of the private ownership of means of production, and in this system an individual can own nothing except the necessaries of life. No one can run private business. സോ നമ്മൾ നേരത്തെ കമ്മ്യൂണിസത്തിൻ്റെ മീനിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും ഒരുമിച്ചാണ്. കമ്മ്യൂണിറ്റി ബേസിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. ലൈഫിൽ വളരെ നെസസറി എന്ന് തോന്നുന്ന കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഇവിടെ ആർക്കും പ്രൈവറ്റായിട്ട് ഓൺ ചെയ്യാൻ പറ്റില്ല. ആർക്കും തന്നെ പ്രൈവറ്റ് ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല, പ്രൈവറ്റ് ഓണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് കമ്മ്യൂണിസ്റ്റ് എക്കണോമി. Next is collective ownership of means of production. In this system, all means of production such as factories, farms, land, trade, construction, mines and means of transport and communication are under state ownership and control. സോ ഈ ഒരു എക്കണോമിയുടെ അണ്ടറിൽ വരുന്ന ഫാക്ടറീസ് ആണെങ്കിലും ഫാംസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും മൈൻസ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം തന്നെ പബ്ലിക്ലി ഓൺഡ് ആണ്. സ്റ്റേറ്റിനാണ് ഇതിൻ്റെ ഓണർഷിപ്പും ഓവറോൾ കൺട്രോളും എന്ന് പറയുന്നത്. സോ ദർ ഈസ് കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ഇസ് സെൻട്രൽ പ്ലാനിംഗ്. യൂട്ടിലൈസേഷൻ ഓഫ് നാഷണൽ റിസോഴ്സസ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഇസ് ഡൺ ത്രൂ കോംപ്രിഹെൻസീവ് പ്ലാനിംഗ്. ഇൻ അതർ വേർഡ്സ്, the work of effecting a balance between the demand and supply of goods and services is not left to the mechanism of prices. The forces of demand and supply are balanced by central planning. സോ എല്ലാ കാര്യങ്ങളും ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ മാത്രമാണ് നടത്തുന്നത്. നാഷണൽ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ ആണെങ്കിലും കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും എല്ലാം ഒരു പ്രോപ്പർ കോംപ്രിഹെൻസീവ് പ്ലാനിങ്ങിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നേരത്തെ നമ്മൾ മാർക്കറ്റ് എക്കണോമിയിൽ പറഞ്ഞതാണ്, അവിടുത്തെ ഗുഡ്സിൻ്റെ പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ആണ്. ഒരു മാർക്കറ്റിൽ എങ്ങനെയാണോ ഡിമാൻഡും സപ്ലൈയും പ്രിവെയിൽ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അവിടുത്തെ പ്രൈസ് ഫിക്സ് ആവുന്നത്.
സോ അവിടുത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ആ മാർക്കറ്റ് ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ഡിമാൻഡും സപ്ലൈ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിങ്ങിലൂടെയാണ്. The forces of demand and supply are balanced by proper central planning. Next is elimination of unfair gaps in incomes. Each individual is paid compensation according to his need. This eliminates unfair gaps in incomes. The abolition of revenue, interest and private profit puts the system of distribution of wealth on a just and fair basis. സോ ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ നീഡാണ്. ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ ആവശ്യാനുസരണം മാത്രമാണ് കോമ്പൻസേഷൻ നൽകുന്നത്. സോ ആവശ്യമുള്ള കോമ്പൻസേഷൻ മാത്രം നൽകിക്കൊണ്ട് അൺഫെയർ ഗ്യാപ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യുകയാണ്. സോ ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ആ ഇൻഡിവിജ്വലിൻ്റെ നെസസിറ്റി അല്ലെങ്കിൽ അവരുടെ നീഡ് അനുസരിച്ച് മാത്രമാണ് അവർക്കുള്ള കോമ്പൻസേഷൻ നൽകുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ റിവാർഡ്സ് ആയ റവന്യൂ, ഇൻട്രസ്റ്റ്, പ്രൈവറ്റ് പ്രോഫിറ്റ് ഇതെല്ലാം തന്നെ അബോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ പ്രിവെയ്ഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. സോ എലിമിനേഷൻ ഓഫ് അൺഫെയർ ഗ്യാപ്സ് ഇൻ ഇൻകം ഈസ് അനദർ മേജർ ഫീച്ചർ ഓഫ് കമാൻഡ് എക്കണോമി. And the last one is provision of necessaries of life. In communist system, state is responsible to provide work and compensation according to the capabilities of every individual. സോ കമ്മ്യൂണിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ആണ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. അതായത് പബ്ലിക്കലി ഉള്ള ഓണർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ കേപ്പബിലിറ്റീസിനനുസരിച്ചുള്ള ജോലിയും കോമ്പൻസേഷൻ നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓരോ ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റിക്കും കേപ്പബിലിറ്റിക്കും അനുസരിച്ചിട്ടുള്ള ജോലി നൽകുക, അതുപോലെ തന്നെ അവരുടെ നീഡിനും നെസസിറ്റിക്കും അനുസരിച്ചുള്ള കോമ്പൻസേഷനും പ്രൊവൈഡ് ചെയ്യുക. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിൽ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ദീസ് ആർ സം ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിസ്റ്റ് എക്കണോമിക് സിസ്റ്റം ഓർ കമാൻഡ് എക്കണോമി. നെക്സ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു സം ഓഫ് ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാൻഡ് എക്കണോമി ആൻഡ് മാർക്കറ്റ് എക്കണോമി. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. Planned economy is a state or government controlled economy, whereas market economy gives maximum freedom to private individuals and institutions for ownership and utilization of means of production. സോ പ്ലാൻഡ് എക്കണോമി ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെങ്കിലും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ആണ്. വേറാസ് മാർക്കറ്റ് എക്കണോമിയിലേക്ക് വരുമ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പാണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെല്ലാം മാക്സിമം ഫ്രീഡമാണ്. എല്ലാ തരത്തിലുള്ള ഓണർഷിപ്പും അതുപോലെ തന്നെ മീൻസ് ഓഫ് പ്രൊഡക്ഷനും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും പ്രൈവറ്റ് പാർട്ടീസാണ്. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗവൺമെൻറ് ഫോർമുലേറ്റ്സ് ഓൾ ഡിസിഷൻ റിഗാർഡിംഗ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Whereas in market economy, there is free flow of goods and services to consumers without any government intervention. സോ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും കൺസംഷൻ ആണെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിസിഷൻസും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. പ്ലാൻഡ് എക്കണോമിയിൽ എല്ലാ ആക്ടിവിറ്റീസും ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡിസിഷൻസും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. Whereas in market economy, there is free flow of goods and services to consumers without any government intervention. ഇവിടെ ഒരു തരത്തിലുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷനും വരുന്നില്ല. എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസും ഫ്രീ ഫ്ലോ ആണ് കസ്റ്റമേഴ്സിലേക്ക്. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസസ്, ഗവൺമെൻറ് ഡിസൈഡ്സ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വെറാസ് ഇൻ മാർക്കറ്റ് എക്കണോമി, പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ പ്ലാൻഡ് എക്കണോമിയിൽ നോർമലി ഗവൺമെൻറ് തന്നെയാണ് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് എക്കണോമിയിലേക്ക് വരുമ്പോൾ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ മാർക്കറ്റിൽ എങ്ങനെയാണോ ഡിമാൻഡും സപ്ലൈയും എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് വരുന്നത്. ആരും സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നതോ ഫിക്സ് ചെയ്യുന്നതോ അല്ല. ഡിമാൻഡും സപ്ലൈ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും പ്രൈസും ചേഞ്ച് ആവുന്നത്. Next, on the basis of accumulation of wealth. In planned economy, it does not permit accumulation of wealth among individuals or few sectors of the economy. Whereas in market economy, accumulation of wealth or concentration of economic power is a significant aspect of market economy. പ്ലാൻഡ് എക്കണോമിയിൽ ഫുൾ ആക്ടിവിറ്റീസ് ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഫ്യൂ സെക്ടേഴ്സിൻ്റെ കയ്യിലായിട്ട് മാത്രം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ അവർ പെർമിറ്റ് ചെയ്യില്ല. മാർക്കറ്റ് എക്കണോമിയിൽ അതുപോലെയല്ല, അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഓണർഷിപ്പും കൺട്രോളാണ്. അതുകൊണ്ട് തന്നെ ദ റിച്ച് ബിക്കം റിച്ച് വെയറാസ് ദ പുവർ ഓൾവേസ് സ്റ്റേസ് ആസ് പുവർ. മാർക്കറ്റ് എക്കണോമിയുടെ കേസസിൽ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലും അതുപോലെ തന്നെ ഫ്യൂ സെക്ടേഴ്സിൻ്റെ കയ്യിലുമായിട്ട് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാറുണ്ട്. Concentration of economic power in few hands is a significant aspect of the market economy. Next, on the basis of innovations. In planned economy, market-oriented innovations for earning profits are absent in a planned economy because the level of production and consumption are dictated by the government. Whereas in market economy, high rate of market-oriented innovations to attract more consumers in order to increase the volume of production and sales. സോ പ്ലാൻഡ് എക്കണോമിയിൽ എന്ന് പറയുന്നത് മെയിനായിട്ടും കോമ്പറ്റീഷൻ അവിടെ പ്രിവെയിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ഇന്നോവേഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഇവിടുത്തെ ലെവൽ ഓഫ് പ്രൊഡക്ഷനും കൺസംഷനും എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഗവൺമെൻറ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷൻ പ്രിവെയിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ഇന്നോവേഷൻസ് ഒന്നും തന്നെ സംഭവിക്കുന്നുമില്ല. വേറസ് മാർക്കറ്റ് എക്കണോമിയിൽ അങ്ങനെയല്ല, എല്ലാ തരത്തിലുമുള്ള പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുന്നുണ്ട്. അവിടെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ബിക്കോസ് അവിടെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് ആണ് നടക്കുന്നത്. സോ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രൊഡക്ഷനും സെയിൽസിൻ്റെയും വോളിയം ഇൻക്രീസ് ചെയ്യുക എന്നതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇന്നോവേഷൻസ് ആർ ഹൈ ഇൻ എ മാർക്കറ്റ് എക്കണോമി വെറാസ് ഇന്നോവേഷൻസ് ആർ വെരി ലോ വെൻ കമ്പയർഡ് ടു ദ മാർക്കറ്റ് എക്കണോമി ഇൻ പ്ലാൻഡ് എക്കണോമി. So these are some of the major differences between planned economy and a market economy. So in this session we discussed the meaning and concept of communism, the main features of communist economy or command economy, and the major differences between planned economy and market economy. Hope all are clear with the topic. Thank you.